PG ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമായ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, പുതിയ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് ആ കാര്യത്തിനും ഒരു തീരുമാനമെടുക്കും. ഇപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം വന്ന് നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും തൃശ്ശൂരിലെ മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് ഇത് മൂർച്ഛിച്ചതെന്നാണ്. അപ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. കാനന മധ്യത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്നാലോചിക്കേണ്ട ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കുതിരാൻ സംഭവം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ബന്ധപ്പെട്ടവർ ഗൗരവത്തിൽ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി സ്ഥലം വാങ്ങി റോഡുകൾ ഉണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ മുന്നറിയിപ്പുകളെ വല്ലാതെ ബാധിക്കുന്ന വിധത്തിൽ അത് വരുമ്പോൾ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമാണ് ആദ്യമായി മുമ്പിൽ വരുന്നത്. ആ ബോധവൽക്കരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം അപേക്ഷിക്കാനുള്ളത്. നമ്മുടെ ഇവിടെ ആകെ 2 സ്ഥലങ്ങളുള്ളൂ, ഒന്നല്ലെങ്കിൽ കടലിൻ്റെ തീരത്തോടെ അല്ലെങ്കിൽ കാടിൻ്റെ സൈഡിൽ കൂടെ. അതെ, അപ്പോൾ നിങ്ങൾ ഈ മുന്നറിയിപ്പുകൾ ഈ കടലിൻ്റെ കാര്യമായാലും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പോകും. ഇവിടെ പോകരുതെന്ന് പറഞ്ഞാൽ പോകും. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വാഹനം ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്ന ശീലമാണ്, സ്വഭാവമാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിന് പൊതുവേ ഉള്ളത്. ആ പൊതുശീലങ്ങളിൽ നിന്നും മാറി ചിന്തിക്കേണ്ട അനിവാര്യതയിലേക്കാണ് ഈ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, ഓക്കെ.